ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന്. മാഗ്നറ്റൈസിങ് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്. എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു മാഗ്നറ്റ് എടുത്തു, ആ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ടാവും? ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു? ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിന് ചുറ്റും കാണും. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഞാനൊരു സബ്സ്റ്റൻസ്, ഇപ്പൊ ഒരു അയൺ പീസ് ആണെങ്കിൽ ഒരു അയൺ പീസ് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കണം. ഏതൊരു സബ്സ്റ്റൻസ് ഞാൻ ആ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൊണ്ടുവയ്ക്കുക. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ ഈ സബ്സ്റ്റൻസ് കൊണ്ടുവയ്ക്കുമ്പോൾ ഈ സബ്സ്റ്റൻസ് എന്താവും? മാഗ്നറ്റൈസ് ആവും. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് വരും. ഓക്കെ, ഏത് ഫീൽഡിൽ വെച്ചപ്പോഴാണോ ഈ സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ആയത്, ആ ഫീൽഡിനെ നമുക്ക് വിളിക്കാം മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയും. മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫീൽഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്. ഓക്കെ, അപ്പോ ഡെഫിനിഷൻ നോക്കാം. The field which induces the magnetism in a material is called magnetizing field. ഏത് ഫീൽഡിൽ വെച്ചപ്പോഴാണോ ഈ സബ്സ്റ്റൻസിൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിസം ഉണ്ടായത്, ആ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. സബ്സ്റ്റൻസ് ഇവിടെ വെച്ചപ്പോൾ അത് മാഗ്നറ്റൈസ് ആയി. അപ്പോൾ ഏത് ഫീൽഡിൽ വെച്ചപ്പോഴാണോ ആ സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ആയത്, ആ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് ഓർക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മൾ പഠിച്ച മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ബി ആണ്. ഇത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. രണ്ടും തമ്മിൽ മാറിപ്പോരുത്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെന്ന് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ബി ആണെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്, അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റൈസിങ് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. എന്താണിത്? മാഗ്നറ്റിക് ഫീൽഡ് ബിയും മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ചും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് നമുക്ക് മനസ്സിലായി കാണും. മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ ഒരു ഫീൽഡിൽ വെച്ചപ്പോൾ ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്തു? മാഗ്നറ്റൈസ് ആയെങ്കിൽ ഏത് ഫീൽഡിൽ കൊണ്ട് വെച്ചപ്പോഴാണ് ആ സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ആയത്, ആ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. The field which induces the magnetism in a material is called magnetizing field. Okay, രണ്ടാമത്തെ കാര്യം നോക്കാം. എന്താണ് മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് ഇവിടെ വെച്ചു, നമ്മൾ ഈ സബ്സ്റ്റൻസ് ഈ ഫീൽഡിൽ കൊണ്ടുവച്ചു. അപ്പൊ എത്രത്തോളം ഈ സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ആയി, ആ അളവിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി. The degree to which, അതായത് ഡിഗ്രി എന്ന് പറഞ്ഞ അളവാണ്, the degree to which the magnetic material can be magnetized by magnetic field. നമുക്ക് എത്രത്തോളം ഈ സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാം, ആ ഒരു അളവിനെ പറയുന്ന പേരാണ്. എത്രത്തോളം ഇന്റൻസിറ്റിയിൽ നമുക്ക് ആ സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാം, ആ അളവിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി. മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാം എം ഈസ് ഈക്വൽ ടു, അതായത് മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എമ്മും അല്ലെങ്കിൽ ഐ എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ എം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എം ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം ഡിവൈഡ് ബൈ ബി. സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈപോൾ, മാഗ്നറ്റിക് ഡൈപോൾ, IA. M is equal to IA എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ ആണ്. മാഗ്നറ്റിക് ഡൈപോൾ ഡിവൈഡഡ് ബൈ വോളിയം. അതായത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ കൂടി പറയാം. മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ ഡിവൈഡഡ് ബൈ വോളിയം ആണ് എന്ത്? മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി. ഇത് മറ്റൊരു ഇക്വേഷൻ ആണ്. മാത്തമാറ്റിക്കൽ ബേസ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം, അതായത് മാഗ്നറ്റിക് ഡൈപോൾ ഡിവൈഡഡ് ബൈ വോളിയം. അതാണ് മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആള് പെർമിയബിലിറ്റി. എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റൻസ് എടുത്തു. ഇതിപ്പോ ഒരു ഒരു മാഗ്നറ്റൈസിങ് സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, ഒരു സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൽ കൂടെ എത്രത്തോളം ഫീൽഡ് ലൈൻസിനെ അതിന്റെ അകത്തൂടെ പാസ് ചെയ്യാൻ കഴിയും, എത്ര ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ എത്രത്തോളം ഫീൽഡ് ലൈൻസിനെ ഈ സബ്സ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യാൻ കഴിയും, ആ ഒരു എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു പെർമിറ്റ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടു പാസ് ത്രൂ ഇറ്റ്. ഒരു മെറ്റീരിയൽ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാൻ പറ്റുമോ ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിക്കുക, മ്യൂ എന്നാണ് തന്നെ പറയുന്നത്. ഓക്കെ, അടുത്ത ആ പെർമിയബിലിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ പറയാം. മ്യൂ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എച്ച്.
എന്താണ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, എന്താണ് എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് പെർ മാഗ്നറ്റൈസിങ് ഫീൽഡ് അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ രണ്ട് ഡെഫിനിഷൻസ് നമുക്ക് ഇന്ന് എഴുതാം. ഒന്ന് നമ്മൾക്ക് ആദ്യം തിയറി ബേസ്ഡ് ആയിട്ടൊന്ന് പറയാം, മറ്റൊന്ന് ഇക്വേഷൻ വൈസ്ഡ് ആയിട്ടൊന്ന് പറയാം. ഓക്കെ, അപ്പൊ mu is equal to B by H. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. H എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചത്, H എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ചതാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ ഒരു റേഷ്യോ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പെർ മാഗ്നറ്റൈസിങ് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് പെർ മാഗ്നറ്റൈസിങ് ഫീൽഡ്, അതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് സസെപ്റ്റിബിലിറ്റി എന്ന് നോക്കാം. സസെപ്റ്റിബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിക്കുക, കൈ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തു. ഞാനിപ്പോ നോക്കിയേ, ഈ മെറ്റീരിയലിനെ ഞാൻ ഇവിടെ വെച്ചപ്പോൾ അതിന്റെ മാഗ്നറ്റൈസ് ആയി, അതായത് അതിലൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ മാഗ്നറ്റിനെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതെന്താണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല. അപ്പോഴും ഈ സബ്സ്റ്റൻസിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് എഫക്റ്റ് കാണും. ഒരു സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ റിട്ടൈൻ ചെയ്ത് വെക്കാനുള്ള ആ കഴിവിനെ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറയാം, ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കൈ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എച്ച്. എന്താണ് എം? മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി. ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാലോ മാഗ്നറ്റൈസിങ് ഫീൽഡ്, മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ് ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എം മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി ആണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ പറയാം, റിലേറ്റീവ് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസും ഒരു സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും ഫ്രീ സ്പേസിലുള്ള പെർമിയബിലിറ്റിയുടെയും റേഷ്യോനെ പറയുന്ന പേരാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ മ്യൂ ഡിവൈഡ് ബൈ മ്യൂ സീറോ ആണ് മ്യൂ ആർ എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ എഴുതി മ്യൂ ആർ. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്, റേഷ്യോ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, അതായത് മ്യൂ ഡിവൈഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് മ്യൂ സീറോ. അപ്പോൾ മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡ് ബൈ മ്യൂ സീറോ. മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സ്പേസിലെ, ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ മീഡിയം ഒന്നും കാണത്തില്ല, അപ്പോൾ അവിടുത്തെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ സീറോ ആകുമ്പോൾ ഇപ്പൊ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ മ്യൂ ഡിവൈഡ് ബൈ മ്യൂ സീറോ എന്ന് ഓർക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി പഠിക്കാനുള്ളത് റിലേഷൻ കണക്ടിങ് മ്യൂ ആർ ആൻഡ് കൈ. നമ്മളിപ്പോ പഠിച്ചു നിർത്തിയ കൈ, അതായത് സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അതിനായി ഞാൻ ആദ്യം ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യാണ്. ആ സോളിനോയിഡില് ആദ്യം ഞാനിപ്പോ സോളിനോയിഡ് മാത്രമായിട്ട് വെക്കുമ്പോൾ ആ സോളിനോയിഡില് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സോളിനോയിഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 ആയിരുന്നു ആദ്യം. പക്ഷേ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തു, ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആൻഡ് കോറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. ഞാനിപ്പോൾ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തപ്പോൾ ബിയുടെ അളവ് കൂടും, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതായത് ഇക്വേഷൻ എങ്ങനെ മാറി, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B0 പ്ലസ് BM എന്ന്. ആദ്യം B0 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ ഈ മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്തപ്പോൾ പ്ലസ് BM എന്ന് പറഞ്ഞ അഡീഷണൽ ടേം കൂടെ വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻക്രീസ് ആയി, B0 പ്ലസ് BM എന്നിട്ട് ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്, ഞാൻ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. B is equal to mu into H എന്ന് പറയുന്ന ഇക്വേഷൻ, അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. B0 എന്ന് പറയുന്നിടത്ത് നമ്മൾ എങ്ങനെ എഴുതും, ഇക്വേഷൻ നോക്കാം. B0 എന്ന് പറയുമ്പോൾ അവിടെ mu0 into H എന്ന ഇക്വേഷൻ മാറി. ഈ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B0 എന്ന് പറയുമ്പോൾ mu0 H എന്നായി, പ്ലസ് BM എന്ന് പറയുമ്പോൾ mu0 into M എന്നാവും. ഓക്കെ, അവിടെ H മാറി M എന്നായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mu0 H പ്ലസ് mu0 M എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് mu0 കോമൺ ആയിട്ട് എടുത്ത് mu0 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ H പ്ലസ് M എന്ന് വരും. mu0 കോമൺ ആയിട്ട് രണ്ടെന്ന് എടുത്താൽ mu0 കോമൺ ആയിട്ട് എടുത്താൽ H പ്ലസ് M എന്ന് വന്നു. ആ ഇക്വേഷനിൽ നിന്നും നമ്മൾ H നെ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ നമുക്ക് H നെ കോമൺ ആയിട്ട് എടുക്കണം. H നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് H പോയാൽ 1 ആണ്. ഇവിടെ നിന്ന് H ഇല്ല, അപ്പോൾ H ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് രണ്ടിന്നും കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ H ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡ് ബൈ H കൂടെ കൊടുക്കുക. നമ്മളൊന്ന് തിരിച്ച് മൾട്ടിപ്ലൈ നോക്കി അപ്പോൾ മനസ്സിലാവും, ഇവിടെ H ആവും. H into M by H വരുമ്പോൾ ഈ H ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ H by M, H plus M എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ M എന്ന് കോമൺ ആയിട്ട് H നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഡിവൈഡ് ബൈ H ഉം കൂടെ എഴുതിക്കോളാം. അപ്പോൾ mu0 H into 1 plus M by H എന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ M by H എന്ന് എഴുതുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് M by H എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയതാണ്. മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റിയുടെയും മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെയും റേഷ്യോ എന്താണത്, സസെപ്റ്റിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചു പോവുക. M എന്ന് പറഞ്ഞാൽ
മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റിയും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ള റേഷ്യോയാണ് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് ഞാൻ സസെപ്റ്റിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൊടുത്തു കൈ. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ മാറി? μ0 h × 1 + കൈ എന്നായി. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഈ ഇക്വേഷനിൽ നിന്നും ഞാൻ എച്ചിനെ ഇപ്പുറത്തേക്ക് എടുക്കും. ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എച്ചിനെ ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ b / h = μ0 × 1 + കൈ എന്നായി. ഈ ഇക്വേഷനിൽ നിന്നും ഞാൻ എച്ചിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ b / h പിന്നെ ആരുണ്ട്? μ0 1 + കൈ എന്നായി. μ0 × 1 + കൈ. അപ്പോൾ b / h = μ0 × 1 + കൈ എന്നായി. എന്താണ് b/h? അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. b/h എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിക്കുക, mu ആണ്. b/h ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? mu എന്ന് കൊടുക്കുക. mu എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ആണ്. mu = ബാക്കിയെല്ലാം അതുപോലെ എഴുതുക, μ0 × 1 + കൈ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്. b/h എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ mu ആണ്. ഓക്കെ, mu = μ0 × 1 + കൈ എന്ന് എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന എത്രയേ ഉള്ളൂ. ഈ μ0 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ mu / μ0 ആവും. അപ്പോൾ mu / μ0 = 1 + കൈ എന്ന ഇക്വേഷൻ. എന്താണ് mu / μ0? mu / μ0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mu r ആണ്. അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്, mu r ആണ്. അതെന്തിനാണ് ഈക്വൽ ആണ്? mu / μ0 ആണ്. അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? സിമ്പിൾ ആയിട്ട് mu r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഇതിന്റെ സ്ഥാനത്ത് എന്താവും? mu r എന്നാവും. Okay, so mu r = 1 + chi. So this is the final equation connecting mu r and chi. അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റിയും chi സസെപ്റ്റിബിലിറ്റിയുമായി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണത്. റിലേറ്റീവ് പെർമിയബിലിറ്റി mu r = 1 + susceptibility chi. Okay, mu r = 1 + chi. So this is the equation connecting mu r and chi. mu r ഉം chi ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.